ഹലോ ഫ്രണ്ട്സ്, പ്രഗ്നൻസിയിൽ മിക്കവാറും ആളുകൾ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉടുപ്പുകൾ തുന്നുന്നു, അല്ലെങ്കിൽ കുഞ്ഞു ക്രോഷ്യ വെച്ചിട്ട് ഷൂസ് ഒക്കെ ഉണ്ടാക്കുന്നു, തൊപ്പികൾ ഉണ്ടാക്കുന്നു, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് തുന്നലൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്തത് കുഞ്ഞിന് വേണ്ടി ഒരു ബുക്ക് ഉണ്ടാക്കുകയാണ്. ഒന്നല്ല, 2-3 ബുക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവന് വേണ്ടി ഒരു സ്റ്റോറി ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് ആക്ടിവിറ്റി ബുക്കുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് നിങ്ങൾക്ക് കുഞ്ഞിനു വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു ആക്ടിവിറ്റി ബുക്ക് പരിചയപ്പെടുത്താമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഒരു കൗണ്ടിംഗ് ബുക്കാണ്. ഈ കൗണ്ടിംഗ് ബുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ വേണ്ടത് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഹാർഡ് ബൈൻഡ് ബുക്കായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാര്യം തിൻ കവറുള്ള ബുക്കാണെങ്കിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കീറിക്കളഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഒരു ഹാർഡ് ബൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ കൊച്ചൊരു നോട്ട്ബുക്ക്, ഒരു 20 പേജിന്റെയോ മറ്റോ ഒരു ഹാർഡ് ബൈൻഡ് കവറുള്ള ഒരു നോട്ട്ബുക്ക്. അപ്പൊ ഞാൻ ഇതിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഷാർപ്പി കൊണ്ട് വരച്ചിട്ട് അതിന് കളർ പെൻസിൽസും കൊണ്ട് കളർ ചെയ്തിട്ടാണ് ഈ ബുക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി അധികം സ്കില്ലുകളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് 1, 2, 3, 10 വരെ എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ബുക്കിന്റെ അകത്ത് ഞാൻ നമ്പർ 1 കൊണ്ട് ക്യാൻഡിൽ ഉണ്ടാക്കുന്നു, അതുപോലുള്ള കാര്യങ്ങൾ പടമായിട്ടും കൂടെ വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ബുക്കിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പടങ്ങളും തന്നെ ഞാൻ സെപ്പറേറ്റ് സിംഗിൾ വീഡിയോസ് നമ്മളുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്പർ 1 കൊണ്ട് ഒരു മെഴുകുതിരി ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ. ലേൺ വിത്ത് ലവ് റിയ എന്ന ഹാഷ്ടാഗിലാണ് ഈ വീഡിയോസ് എല്ലാം ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ടൈറ്റിൽ പോയിട്ടാണെന്നുണ്ടെങ്കിലും ആ ലേൺ വിത്ത് ലവ് റിയ എന്നുള്ള ഹാഷ്ടാഗിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കാറ്റഗറിയിലുള്ള എല്ലാ വീഡിയോസും തന്നെ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ആക്ടിവിറ്റി ബുക്ക് ചിട്ടപ്പെടുത്താനായിട്ട് ഒരല്പം പാടായിരുന്നു. കാര്യം എനിക്ക് കുഞ്ഞിന് വെറുതെ 1, 2, 3 കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാതെ അതിന്റെ ഒരു കൺസെപ്റ്റും കൂടെ, പലതരം കൺസെപ്റ്റുകൾ കൂടെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബുക്ക് പേജ് ബൈ പേജ് ആയിട്ട് കണ്ടിട്ട് വരാം. നമ്മുടെ ആക്ടിവിറ്റി ബുക്കിന്റെ ഫ്രണ്ട് കവർ കാണാമല്ലോ അല്ലേ? ഞാൻ വെറുതെ ഇവിടെ നമ്പർ 1, 2, 3 ലെറ്റ്സ് കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫിഷിനെയും ബട്ടർഫ്ലൈനെയും ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പേജ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം കൗണ്ടിങ് 1 to 10 എന്ന് എഴുതിയിട്ട് ഞാനിവിടെ കുട്ടികൾക്ക് എണ്ണാനായിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഇനി അടുത്ത പേജുകൾ തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ആദ്യമേ ഞാൻ ഇവിടെ ഒരു ക്ലോക്കിന്റെ സ്ട്രക്ചറാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കാണിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് കുട്ടികളെ നമ്മളുടെ വീട്ടിലുള്ള ക്ലോക്കും അതിലുള്ള നമ്പേഴ്സും കൂടെ കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ഫിഡ്ജറ്റ് സ്പിന്നറോ മറ്റോ വെച്ച് സൂചികൾ കാണിക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ ഒരു പേപ്പർ ഫാസ്റ്റനർ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്കിവിടെ ഇതിന്റെ നീഡിൽസ് ഘടിപ്പിക്കാവുന്നതാണ്. 3 വയസ്സിൽ താഴെയുള്ള എന്റെ മോനെ ഇതൊരു ചോക്കിംഗ് ഹസാർഡ് ആയതുകൊണ്ട് തന്നെ ഞാനത് ഇപ്പോൾ ചേർത്തിട്ടില്ല. കുട്ടിക്ക് ക്ലോക്ക് സമയം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സമയമാകുമ്പോൾ മാത്രം ഞാനത് ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 1, 2, 3, 12 വരെയുണ്ട്. എങ്കിൽ പോലും മിനിമം നമുക്ക് 10 വരെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറഞ്ഞു കൊടുത്തു നോക്കാം. ഇനി അടുത്ത പേജിൽ നമ്മൾ കാണുന്നത് ഒരു മൊബൈൽ ഫോണിന്റെ സ്ക്രീനാണ്. അപ്പോൾ ദിവസേന നമ്മൾ കാണുന്ന ഡെയിലി ഒബ്ജക്ട്സിന്റെ അകത്ത് കാണാൻ പറ്റുന്ന 1, 2, 3 കാണിച്ചു കൊടുക്കാനായിട്ട്, പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ടാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ കുട്ടികളുടെ കളിപ്പാട്ടമായിട്ടുള്ള ഒരു മൊബൈൽ സ്ക്രീന് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 0 മാറ്റി എഴുതിയിരിക്കുകയാണ്. കാര്യം 0 ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ടോട്ടലി അപ് ടു യു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഒരു തേനീച്ചക്കൂട്ടിൽ അല്ലെങ്കിൽ ഒരു കോളനിയിൽ ഒരേ ഒരു റാണി തേനീച്ച മാത്രമേ ഉള്ളൂ എന്ന കൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഒരു തേനീച്ച ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ എൻ്റെ മോൻ വേറെ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇതിനെ കാണുമ്പോൾ ബംബിൾ ബി എന്ന് പറയാറുണ്ട്. അതിനോട് ചേർത്ത് ഇവിടെ കാണാവുന്നത് 1 എന്ന് പറയുന്ന അക്കം നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതിന്റെ ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾക്കും 1-ൽ തെറ്റാറില്ലെങ്കിൽ പോലും 9-ഉം 6-ഉം ഒക്കെ തമ്മിൽ തെറ്റുന്നതായിട്ടും 7 തിരിച്ചെഴുതുന്നതായിട്ടും ഒക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഡയറക്ഷൻസ് കുട്ടികളെ കാണിച്ച് പഠിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെ കാണുന്നത് നമ്പർ 1 കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു മെഴുകുതിരിയാണ്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസ് നമ്മളുടെ ചാനൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 1 to 10-ഉം അതുപോലെ എല്ലാ ആൽഫബറ്റ്സും കൊണ്ടുള്ള പടങ്ങൾ നമ്മൾ വരച്ച് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്പർ 1 എങ്ങനെയാണ് സ്പെൽ ചെയ്യുന്നതെന്നുള്ളതും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ പ്രകൃതിയിൽ സാധാരണഗതിയിൽ കാണാവുന്ന നമ്പർ 1 റെപ്രസെന്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നു യു ഹാവ് 1 നോസ് എന്നുള്ളത്. അപ്പൊ കുട്ടിക്ക് ഒരു മൂക്കാണ് ഉള്ളതെന്നുള്ളത് നമ്മളോട് പറഞ്ഞു കൊടുക്കുന്നു. ഇനി
രണ്ടാമത്തെ പേജിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ നമ്മൾ അഗെയിൻ നമ്പർ 2 എഴുതിയിരിക്കുന്ന ഡയറക്ഷൻ, ഒരു കാട്ടിൽ ഒരു റാണിയും ഒരു രാജാവും എന്നുള്ള നിലയിൽ ഞാനിവിടെ ഒരു സിംഹത്തിനെയും അതിന്റെ റാണിയെയും വരച്ചിരിക്കുന്നു. അതോടൊപ്പം എഴുതിയിരിക്കുന്നു യു ഹാവ് 2 ഐസ് എന്നുള്ളത്. പിന്നീട് നമ്മളിവിടെ നമ്പർ 2 കൊണ്ട് വരച്ച 2 കൊക്കുകളെ, അപ്പോൾ ഓരോ പേജിൽ കടക്കുമ്പോഴും നമ്മളിവിടെ വായിക്കുകയാണ് 1, 2, 2 കൊക്കുകൾ, അങ്ങനെ വായിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുട്ടികളെ ആദ്യമായിട്ട് അക്ഷരം പഠിപ്പിക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് TWO2 എന്നൊക്കെ വായിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നീട്, അതായത് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുട്ടിക്ക് ബുക്ക് വായിച്ചു കൊടുക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ പതിയെ പതിയെ റിപ്പീറ്റേഷനിലൂടെ കുട്ടി ഇത് പഠിക്കുന്നതായിരിക്കും. അപ്പൊ നമ്പർ 3 കാണാം, ഇവിടെ നമ്പർ 3യുടെ ഡയറക്ഷൻ ഞാനൊരു ട്രാഫിക് ലൈറ്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ട്രാഫിക് ലൈറ്റിലുള്ള ഈ 3 ലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെയും നമുക്ക് ഈ കളേഴ്സും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് പോകാവുന്നതാണ്. അതായത് റെഡ്, യെല്ലോ, ഗ്രീൻ അങ്ങനെയുള്ള കളേഴ്സിനെ കുറിച്ച് പറയാം. പിന്നെ ഈ പ്രായമാകുമ്പോഴേക്കും കുട്ടിക്ക് ഒരു ട്രൈസൈക്കിൾ ഒക്കെ കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രൈസൈക്കിളിന് 3 വീലാണ് ഉള്ളതെന്നുള്ളതും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം. ഇവിടെ ഞാൻ നമ്പർ 3 കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന 3 മൊയലുകൾ. ഇനി ഓൺ ടു നമ്പർ 4. ഇവിടെ നമ്പർ 4ന്റെ ഡയറക്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഒരു കാറിന് 4 വീലുള്ളതായിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു ചിത്രശലഭത്തിന്, ഒരു ബട്ടർഫ്ലൈക്ക് 4 വിങ്സ് ആണ് ഉള്ളതെന്ന് കാണിച്ചിരിക്കുന്നു. ഇനി നമ്പർ 4 കൊണ്ടുണ്ടാക്കിയ കുറച്ച് ഷാർക്കുകൾ. അടുത്ത പേജിൽ നമുക്ക് കാണാം, പ്രകൃതിയിൽ സാധാരണഗതിയിൽ നമ്മൾ 5 വെച്ച് കാണുന്നത് നമ്മളുടെ കയ്യിലെ 5 വിരലുകൾ. പിന്നെ ഈ ഒരു സ്റ്റാർ ഫിഷിന്റെ 5 ആണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്പർ 5 കൊണ്ട് വരച്ചിരിക്കുന്ന 5 ഷെഫുകൾ, നമ്പർ 5 എന്ന് എഴുതിയിരിക്കുന്നു. നമ്പർ 5ന്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നു. അടുത്ത പേജിൽ ഞാൻ ഒരു ബീറ്റിലിന് 6 കാലുകളുള്ളതായിട്ട് പറഞ്ഞിരിക്കുന്നു. നമ്പർ 6 എഴുതിയിരിക്കുന്നു. 6 ഇതളുകളുള്ള ഒരു പൂവ്, അതോടൊപ്പം തന്നെ അതിന്റെ ഇലയും വരച്ചിരിക്കുന്നു. നമ്പർ 6 കൊണ്ട് 6 മീനുകളെ വരച്ചിരിക്കുന്നു. നമ്പർ 6 എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. നമ്പർ 7ന്റെ പേജിൽ നമ്മൾ കാണുന്നത് നമ്പർ 7 എന്ന് എഴുതിയിരിക്കുന്നതും 7 നിറമുള്ള ഒരു റെയിൻബോ, അതിന്റെ കൂടെ കുറച്ച് ക്ലൗഡ്സ്, നമ്പർ 7 കൊണ്ട് വരച്ച 7 ഡൈനോസോർസ്, പിന്നെ നമ്പർ 7 എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് 8 കാലുകളുള്ള ഒരു സ്പൈഡർ, നമ്പർ 8 എന്ന് എഴുതിയിരിക്കുന്നതിന്റെ ഡയറക്ഷൻ. അതേപോലെ തന്നെ ഒക്ടോപ്പസ് എന്ന് പറയുന്ന നമ്മളുടെ നീരാളിക്ക് 8 കാലുകളാണുള്ളത് എന്ന് എഴുതിയിരിക്കുന്നു. നമ്പർ 8 കൊണ്ട് വരച്ച സ്നോമാൻ 8 എണ്ണം, നമ്പർ 8 എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. അടുത്ത പേജിൽ കിടക്കുമ്പോൾ നമ്മളിവിടെ നമ്പർ 9 എന്ന് എഴുതിയ ഡയറക്ഷൻ, അതേപോലെ 9 നക്ഷത്രങ്ങളുള്ള ഒരു കോൺസ്റ്റലേഷൻ ആണ്. ഇതിന്റെ പേര് കരീന എന്നാണ്. അപ്പൊ കരീന എന്ന് പറയുന്ന ഈ ഒരു കോൺസ്റ്റലേഷനെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റ് ഒരു എലിമെന്റും നമ്പർ 9നെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അറിയാവുന്നത് ദയവ് ചെയ്ത് കമന്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. നേരത്തെ ആണെങ്കിൽ നമ്മൾക്ക് 9 ഗ്രഹങ്ങളുണ്ടായിരുന്നു, നവഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ഒരെണ്ണം എടുത്തു മാറ്റിയിട്ട് 8 എണ്ണം മാത്രമുള്ളപ്പോൾ എനിക്ക് അതും ഓപ്ഷനിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. നമ്പർ 9 കൊണ്ട് കടൽ കുതിരകളെ ഉണ്ടാക്കിയിരിക്കുന്നു, അതും 9 എണ്ണം. നമ്പർ 9 എന്നത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. ഇനി നമ്പർ 10. അപ്പൊ നമ്പർ 10ൽ വരുമ്പോൾ വ്യത്യാസമുണ്ട്. 2 അക്ഷരങ്ങൾ ഒന്നിച്ചിരിക്കുന്നു എന്നുള്ള, 2 അക്കങ്ങൾ ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കൈവിരലുകളിൽ 10 വിരലുകളുണ്ട്. മറ്റൊരു രസകരമായ കാര്യം, ഞണ്ടുകൾക്ക് 10 കാലുകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നമ്മളുടെ കാലിലാണെങ്കിലും 10 വിരലുകൾ, അതുപോലുള്ള കാര്യങ്ങൾ. ഇനി നമ്പർ 10 കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ, അതും 10 എണ്ണം. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നമ്പർ 10 വരെ ഏകദേശം വായിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പേജ് എന്ന് പറയുന്നത് ഒരു ലിഫ്റ്റ് ദി ഫ്ലാപ്പ് പേജാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ഒരു ഡിഫറെന്റ് കളറിലുള്ള ഒരു പേപ്പർ ഉപയോഗിച്ച് ഒരു ഫ്ലാപ്പ് മുകളിൽ ഉണ്ടാക്കിയിട്ട് നമ്പർ 1, 2, 3 തൊട്ട് നമ്മൾ നമ്പർ 10 വരെ ഡോട്ടുകളിലായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിലെ ഓരോ ഫ്ലാപ്പും തുറന്നു കഴിഞ്ഞാൽ അതിന്റെ താഴെ നമ്പർ കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ നമ്പർ ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പേജുകൾ തുടങ്ങിയപ്പോൾ എല്ലാ നമ്പേഴ്സും പറഞ്ഞു, പിന്നീട് നമ്മൾ ഓരോ നമ്പേഴ്സിനെയും പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഇപ്പം ഒന്നും കൂടെ എല്ലാ നമ്പേഴ്സിന്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പം നമ്പർ 1, 2, 3 എല്ലാ നമ്പേഴ്സും തന്നെ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുമുണ്ട്. അക്കമായിട്ടും പിന്നെ ഡോട്ട്സ് ആയിട്ടും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ അടുത്ത പേജിലേക്ക്, ഇതിന്റെ ലാസ്റ്റ് പേജാണ്, വരുമ്പോഴേക്കും നമ്മൾ കാണുന്നു നമ്പർ 1, 2, 3 എഴുതിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ
ഇത് റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് സർക്കിൾസ്. ഇത് പല കളറിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ മോന് ഈ പേജ് ആകുമ്പോഴത്തേക്കും വളരെയധികം ഇൻട്രസ്റ്റ് ആണ് ഇത് കാണാനായിട്ട്. എൻ്റെ കൂടെയൊക്കെ തന്നെ അവന് 2 വയസ്സായിട്ടില്ല, എൻ്റെ കൂടെ ഒരുപാട് നമ്പേഴ്സ് എണ്ണാറുണ്ട്. ഒരു 1ഉം 4ഉം അങ്ങനെ കുറച്ച് നമ്പേഴ്സ് മാത്രമേ അവന് മിസ്സാകാറുള്ളൂ. അപ്പോൾ ഇതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൗണ്ടിങ് ആക്ടിവിറ്റി ബുക്ക്. നിങ്ങളൊരു ടോഡ്ലർ ബേബിയുടെയോ ഒരു പ്രീ സ്കൂളറിൻ്റെയോ അമ്മയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടിയെ നമ്പേഴ്സ് പഠിപ്പിക്കാനും ആൽഫബറ്റ്സ് പഠിപ്പിക്കാനും ഒക്കെ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നിങ്ങൾക്ക് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ തന്നെ കുട്ടിയുടെ കൂടെ ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇന്ററാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇതുപോലുള്ള ആക്ടിവിറ്റി ബുക്കുകൾ ചെയ്യിപ്പിക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിൽ കണ്ടില്ലേ, ഈ ബുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെന്ന പരാതി ആണെങ്കിൽ പോലും ഓരോ ദിവസം ഒരു പേജ് ഉണ്ടാക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പം 10 ദിവസം കൊണ്ട് നമ്മൾക്ക് ഒരു ബുക്ക് അവിടെ ആയിക്കഴിഞ്ഞു. നമ്മുടെ കൗണ്ടിങ് ആക്ടിവിറ്റി ബുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാമെന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെയുള്ള മറ്റ് ലേണിംഗ് വീഡിയോസ് നമ്മളുടെ ചാനൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അക്ഷരങ്ങളും അക്കങ്ങളും കൊണ്ട് പടം വരയ്ക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഫ്ലാഷ് കാർഡ്സ്. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി ബുക്ക് കൂടാതെ എനിക്ക് കുഞ്ഞിനെ കൗണ്ടിങ് പഠിപ്പിക്കാനായിട്ട് കുറച്ച് ഫ്ലാഷ് കാർഡ്സും കൂടെ ഉണ്ട്. അതുപോലെയുള്ള വീഡിയോസ് ഒക്കെ തന്നെയും നമ്മളുടെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ലേൺ വിത്ത് ലവ് റിയ എന്നുള്ള ഹാഷ്ടാഗിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ വീഡിയോകളും തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.